നാട്ടിലുള്ള ഒരു ഇത് വെച്ചിട്ട് നേഴ്സിനാണ് ഏറ്റവും ബെസ്റ്റ് പേയ്മെന്റ്, നേഴ്സിനാണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത്, ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടുന്നത് എന്നുള്ള ഒരു റൂമർ പൊതുവെ ഈ സ്റ്റഡി അബ്രോഡ് നോക്കുന്ന ഒരു ആളുകളുടെ ഉള്ളിലുണ്ട്. ഡ്രാമ അല്ലെങ്കിൽ കണ്ടംപററി ആർട്സ് ഒക്കെ പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ നാട്ടിലുണ്ട്. ഇവരാരും +2 കഴിഞ്ഞിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് തിരിയുന്നില്ല എന്നുള്ളത്. കാരണം എന്നാൽ ഈ പല വിദേശ രാജ്യങ്ങളും ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് വളരെ ഹെവി ആയിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. മറ്റുള്ള ടെക്നിക്കൽ ഫീൽഡിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കൂടിയപ്പോൾ ഇങ്ങനെയുള്ള ജോലി സാധ്യതയുള്ള ഈ കോഴ്സുകളിലേക്ക് ആരും പോകുന്നില്ല എന്ന് അവരുടെ റിസർച്ചസ് കണ്ടുപിടിച്ചതിന് ശേഷം കണ്ടംപററി ആർട്സ് തുടങ്ങി ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്ത് അവിടെ ഒരു വർക്ക് വിഷയിലോട്ട് മാറുന്ന ഒരു സ്റ്റുഡൻറ്റിന്, ഒരു കാൻഡിഡേറ്റിന് ഏറ്റവും ബേസിക് സാലറി ഒരു സീനിയർ കെയറിൻ്റെ സാലറി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് സാലറിയിൽ ഇപ്പോൾ വർക്കേഴ്സ് സ്റ്റാമ്പ് ചെയ്യുന്നത് സീനിയർ കെയറിൻ്റെ പ്രൊഫഷനാണ്. അതേ റിക്വയർമെൻറ്റിൽ തന്നെ കണ്ടംപററി ആർട്സും അല്ലെങ്കിൽ ആർട്ട് ഫോംസും മറ്റുള്ള ഡിജിറ്റൽ മീഡിയ ക്രിയേഷൻ എന്ന് തുടങ്ങിയ പല കോഴ്സിനും അവിടെ അവൈലബിൾ ആണ്. വർക്ക് വിസ ഇത്രയും കുറഞ്ഞ സാലറിക്ക് അവിടെ വർക്ക് വിസ കിട്ടുന്നുണ്ട്. ഇതിന് ഫിസിയോതെറാപ്പിയോ ഡെന്റിസ്ട്രിയോ അല്ലെങ്കിൽ ഡെർമറ്റോളജി പോലത്തെയുള്ള കോഴ്സുകളും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇവർക്കും ഈ കോഴ്സ് കഴിഞ്ഞവർക്കും ഇതേ കൺസിഡറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ RNന്റെ കോഴ്സിന് വിത്തൗട്ട് IELTS കിട്ടുന്ന പോലെയുള്ള അതേ കൺസിഡറേഷൻ ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നവർക്കും ഉണ്ട്. നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്നൊക്കെ അറിയണമെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിച്ചാൽ അവിടുത്തെ നിങ്ങളുടെ പഠിത്തത്തിന് ശേഷം നിങ്ങൾക്കൊരു വർക്ക് വിസയിലോട്ടൊക്കെ മാറാനായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വർക്ക് സാലറിയിൽ നിങ്ങൾക്ക് വർക്ക് വിസ എളുപ്പത്തിൽ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഇതിനുണ്ട്.